ഇപ്പോൾ സാറ് പറഞ്ഞു ബിൽഡിങ്സിൻ്റെ കാര്യം, അതിൻ്റെ അവൈലബിലിറ്റിയെക്കുറിച്ച് പറഞ്ഞു. ഡെക്കാത്തലോൺ പോലെയുള്ള ബ്രാൻഡുകൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവരൊരു വെയർ ഹൗസിലാണ് അവരവരുടെ ഇത് വെക്കുന്നത്. ഇപ്പം ഓക്സിജൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആ കടയിലോട്ട് വരുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ട് വളരെ പോഷായിട്ടുള്ള വളരെ ഫീലുള്ളൊരു സ്ഥലമായിട്ടാണ് പല നിങ്ങളുടെ ഷോറൂമുകൾ വിസിറ്റ് ചെയ്തതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ ഞാൻ ചോദിക്കുന്നത്, വേണമെങ്കിൽ അത്രയും അല്ലാതെ തന്നെ സാറിന് ആ ഷോറൂം സെറ്റ് ചെയ്യാം. വരുന്നവൻ ഫോണോ അവന് ഇലക്ട്രോണിക് അപ്ലയൻസോ വാങ്ങാനാണ് വരുന്നത്. ഇത്രയും എക്സ്പീരിയൻസ് കൊടുത്തില്ലെങ്കിലും അത് വാങ്ങും. പക്ഷേ അത്രയും അതിൽ സ്പെൻഡ് ചെയ്യണം, ഇറ്റ് ഷുഡ് ലുക്ക് ദിസ് വേ എന്നുള്ള ആ തോട്ട് എന്തിൻ്റെ ഫലമായിട്ടാണ്? വൈ ഡു യു ഡു ദാറ്റ്? ഇതെന്തോ അതൊരു DNA ആണ്. അതെനിക്കത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യുമ്പോൾ, ഞാൻ വേണൊരു ചെറിയ ഒരു സ്ഥലത്ത് എനിക്ക് വ്യക്തിപരമായ എൻ്റെ കാര്യങ്ങൾ ഒരു ചെറിയ പരിമിതമായ സ്ഥലത്ത് എനിക്ക് നിർവഹിക്കാൻ എനിക്കിഷ്ടമാണ്, അല്ലെങ്കിൽ എനിക്കതിന് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി, നമ്മൾ കസ്റ്റമർക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യുമ്പോൾ ഏറ്റവും കുറ്റമറ്റതായിരിക്കണം. അത് കോംപ്രമൈസ് വരുത്താൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. മറ്റൊരാൾക്ക് വേണ്ടി എന്ത് കാര്യം ചെയ്യുമ്പോഴും അങ്ങനെ ചെയ്യണം എന്നുള്ളതാണ്, അതാണൊരു താല്പര്യം. ഇനി കോമ്പറ്റീഷൻ, ഇപ്പം സാർ വന്ന സമയം പോലെയല്ല, കോമ്പറ്റീഷനുണ്ട്. അത് ഓൺലൈനും ഓഫ്ലൈനും വരും. പലപ്പോഴും സാറിൻ്റെ കടകളുടെ നേരെ മുൻവശത്തും തൊട്ടടുത്തുമായിരിക്കും ഈ കോമ്പറ്റീഷൻ വന്നിരിക്കുക. അപ്പോൾ ഏതൊരു നാട്ടിലേക്കും ഒരു പുതിയ കോമ്പറ്റീറ്റർ വരുമ്പോൾ പല ബിസിനസ്സുകാരും പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ്, അയ്യോ ഇന്നിപ്പോൾ ഇത് കച്ചവടം കുറയോ, പ്രശ്നമാവോ എന്നുള്ളത്. അപ്പം സാറിനെ സംബന്ധിച്ച്, ഓക്സിജനെ സംബന്ധിച്ച് കോമ്പറ്റീഷൻ എങ്ങനെയാണ്, ഇതുവരെ എങ്ങനെ അഫക്റ്റ് ചെയ്തേ, സാർ അതിനെ എങ്ങനെ കാണുന്നു? ഷുവർ, ഞാൻ ഏറ്റവും ഞങ്ങൾ വളർത്തിയത് കോമ്പറ്റീഷനാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എപ്പോഴും നമുക്ക് ഊർജ്ജം തരുന്നത് അവരാണ്, നമ്മുടെ ഒരു നല്ല കോമ്പറ്റീറ്റർ. നമുക്ക് അവരിൽ നിന്ന് പലത് പഠിക്കാനുണ്ടാവും. മാത്രവുമല്ല, നമുക്ക് കൂടുതൽ വേഗതയിൽ ഓടാനും കൂടുതൽ ഉണർന്ന് പ്രവർത്തിക്കാനും ജാഗ്രത കാണിക്കാനും ഒക്കെ എപ്പോഴും കോമ്പറ്റീഷൻ നമ്മളെ സഹായിക്കാറുണ്ട്. ഇപ്പം ഒരു കൊളാബറേഷൻ്റെ കാലഘട്ടം കൂടാണ് കോമ്പറ്റീഷൻ മാറി, അല്ലേ? ഒരു കൊളാബറേറ്റ് ചെയ്ത് എങ്ങനെ രണ്ട് കോമ്പറ്റീറ്റേഴ്സ് തമ്മിൽ എങ്ങനെ ഒരുമിച്ച് ബിസിനസ് ചെയ്യാമെന്ന് ചിന്തിക്കുന്നൊരു കാലഘട്ടം. ഞങ്ങൾ കൊച്ചിയിൽ തന്നെ ഈ ബിസിനസ് തന്നെ ഉള്ള ഒരു 6-7 ആളുകൾ ചേർന്നൊരു കമ്പനി നടത്തുന്നുണ്ട്. ഒരു പ്രധാനപ്പെട്ട ഒരു ബ്രാൻഡിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഞങ്ങളാണ് ചെയ്യുന്നത് കേരളത്തിൽ. 1-2 ബ്രാൻഡുകൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്, പ്രധാനപ്പെട്ട 1-2 മൊബൈൽ ബ്രാൻഡുകളുടെ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ അത് ഈ കോമ്പറ്റ് ചെയ്യുന്ന ഡീലേഴ്സ് ചേർന്നുള്ളൊരു കമ്പനിയാണ്. അപ്പോൾ അത് കോവിഡിൻ്റെ സമയത്താണ് ഞങ്ങൾ ആശയം മുന്നോട്ട് വന്നത്, കോമ്പറ്റീറ്റേഴ്സ് തമ്മിൽ കൊളാബറേറ്റ് ചെയ്യാമല്ലോ എന്നുള്ളത്. അപ്പോൾ അതും ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് കാണുന്നത്. പിന്നെ നമ്മളുടെ ആപ്പിൾ ടു ആപ്പിൾ ഒരു കമ്പാരിസൺ, അപ്പം നമ്മളൊരു റിയൽ കോമ്പറ്റീഷനിലേക്ക് കൺസ്യൂമർ എൻഡിൽ വരുന്ന സമയത്ത് നമ്മളെപ്പോഴും ബെറ്റർ ആകാനാണ് കോമ്പറ്റീഷൻ സഹായിക്കുകയുള്ളൂ. കുറച്ചും കൂടെ നമ്മളെ പ്യൂരിഫൈ ചെയ്യാനും നമ്മുടെ കുറ്റങ്ങൾ മാറ്റാനും നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആകാനുള്ളൊരു അവസരമാണ് പലപ്പോഴും ഞങ്ങളുടെ നല്ല കോമ്പറ്റീറ്റേഴ്സ് ഞങ്ങൾക്ക് തരുന്നത്. പിന്നെ അവരിൽ നിന്ന് നല്ല കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. അവർ ചെയ്യുന്ന നല്ല പ്രാക്ടീസുകളുണ്ടാവും അവരുടെ. നമുക്കില്ലാത്തൊരു പ്രാക്ടീസായിരിക്കും, അത് നമുക്ക് പഠിക്കാൻ പറ്റും. ഇതൊക്കെ അവരുള്ളതുകൊണ്ടാണല്ലോ. അപ്പം ഞങ്ങൾക്ക് കോമ്പറ്റീഷൻ ഇപ്പം ഞങ്ങളുടെ സ്റ്റോറുകൾ ഇവരെയാണ് ചോദിച്ചതുപോലെ നമ്മുടെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ ഒരു കോമ്പറ്റീറ്റർ വന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ ഞങ്ങളുടെ ആ കോമ്പറ്റീറ്റർ വരുന്നതിന് മുമ്പുണ്ടായിരുന്ന ടേൺ ഓവറിന് ഒരു ഗ്രോത്താണ് ഇതുവരെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്. അതാണ് ഞാൻ പറയുന്നത്, ശരിക്കും ഞങ്ങൾക്കൊരു നല്ലൊരു പോസിറ്റീവായിട്ടാണ് കോമ്പറ്റീഷൻ ഞങ്ങൾ കാണുന്നത്. അപ്പം നമ്മുടെ ആളുകളെല്ലാം ഒന്ന് അലേർട്ടാവും, അല്ലേ? നമ്മളെല്ലാത്തിലും ഒന്ന് ശ്രദ്ധിക്കും, നമ്മുടെ ടീമിനകത്ത് ശ്രദ്ധിക്കും, കസ്റ്റമർ കെയർ ശ്രദ്ധിക്കും, മാർക്കറ്റിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കും, സ്റ്റോറിനകത്തുള്ള ആംബിയൻസിലും അതിൻ്റെ ഒരു ഹൈജീനകത്ത് നമ്മൾ ശ്രദ്ധിക്കും. അപ്പം കൂടുതലൊരു ശ്രദ്ധ അവിടെ വരുന്നുണ്ട്. അപ്പം ഞങ്ങൾക്കൊരു ഗ്രോത്താണ് എപ്പോഴും കോമ്പറ്റീഷൻ തന്നിട്ടുള്ളത്. അപ്പോൾ സാറ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഈ ഒരു വലിയ മാർക്കറ്റിൽ ഇത്രയേ ഉള്ളൂ എന്നുള്ളൊരു തിരിച്ചറിവ്, അതിൽ നിന്നാണ് മുന്നോട്ട് പോകുന്നതെന്ന് പറഞ്ഞു. അപ്പം സാറ് വളരെ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ഒരാളാണ് ഈ ബിസിനസ്സിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് സാറിൻ്റെ വാക്കുകളിൽ നിന്ന്. അപ്പം ആ ഒരു കമ്പനിയുടെ സ്ട്രക്ചർ ശരിക്കും എങ്ങനെയാണ്? ഇപ്പം ചില കമ്പനീസ് ഉണ്ട് മൈക്രോ മാനേജിങ് പോലെയാണ്, ലൈക്ക് നമുക്ക് അറ്റം വരെയുള്ള എല്ലാം നമ്മൾ അറിയണം, നമ്മൾ മാനേജ് ചെയ്യണം എന്നുള്ളൊരു സിസ്റ്റം ഉണ്ട്. ചില കമ്പനികളിൽ, ഏറ്റവും നല്ല കമ്പനികൾ ഞാൻ കേട്ടിരിക്കുന്നത്, അതിൻ്റെ ഓണർ അവിടെ ചെന്നില്ലെങ്കിലും അതിൻ്റെ കാര്യങ്ങൾ നടക്കുക എന്നുള്ളൊരിതാണ്. അപ്പം ഓക്സിജൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഒരു സ്ട്രക്ചർ, അത് സാറ് മാനേജ് ചെയ്തിരിക്കുന്ന രീതി അതെങ്ങനെയാണ്? രേണു പറഞ്ഞതുപോലെ ഞാൻ ഇൻവോൾവ് അല്ല വാസ്തവത്തിൽ, അത്ര കണ്ട് ഒരു മാക്രോ ലെവലിലാണ് ശരിക്കും എൻ്റെ ഇൻവോൾവ്മെൻറ്റ്. മൈക്രോ ലെവലിലില്ല ഞാൻ. ഒരു വർഷം ഞാൻ അവിടെ പോയില്ലെങ്കിലും പ്രത്യേകിച്ചൊന്നും സംഭവിക്കണം. ഇപ്പോൾ ഉള്ളതിനൊക്കെ ചിലപ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് നടക്കാനും സാധ്യതയുണ്ട്. കാരണം മാറി നിന്ന് റിമോട്ടിൽ നമ്മൾ നോക്കുമ്പം കുറച്ചും കൂടെ നമുക്ക് ഡേറ്റ മൈനിങ് നടത്താനും കുറച്ചും കൂടി ഡിറ്റാച്ച്ഡായിട്ട് നമ്മളതിനെ ഒബ്സർവ് ചെയ്യുമ്പോൾ എക്സാക്റ്റ് ആയിട്ടുള്ള ഒബ്സർവേഷൻ ആയിരിക്കും. നമ്മൾ അവിടെ തന്നെ അതിൻ്റെ ഭാഗമായി ഒബ്സർവ് ചെയ്യുമ്പോൾ ചിലപ്പം നമ്മുടെ ഒബ്സർവേഷനും പിഴവുകൾ പറ്റാം. പക്ഷേ നമ്മളെപ്പോഴും ഡിറ്റാച്ച്ഡ് ഒബ്സർവേഷന് കുറച്ചും കൂടെ ശക്തിയുണ്ടെന്നല്ലേ, അതിൽ നിന്ന് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും മാറ്റി നിർത്തിയിട്ടൊരു കാര്യത്തിൽ നോക്കുമ്പോഴേ. അപ്പോൾ അത് പലപ്പോഴും ഞാൻ അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും ബോധപൂർവമായിട്ട് കുറേ ദിവസങ്ങളോളം മാറി നിൽക്കാറുണ്ട്. ഇപ്പം ആയുർവേദ ട്രീറ്റ്മെൻറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കെയർ ഓഫ്. ആ സമയത്താണ് എനിക്ക് എൻ്റെ ബിസിനസ്സിനെ ഏറ്റവും നന്നായി നോക്കി കാണാൻ പറ്റുന്നത്. അതിനകത്ത് ചെല്ലുമ്പോൾ നമ്മൾ കുറേ തിരക്കുകളിലേക്കും
ആ ഡെയിലി റുട്ടീനിലെ ഇങ്ങനെ കുറേ ആളുകളെ നമ്മൾ കാണുന്നു, സമയം പെട്ടെന്ന് കടന്നു പോകാണല്ലോ. അപ്പോൾ ഒരു വർഷം ഞാൻ അവിടെ നമ്മുടെ സ്ഥാപനത്തിൽ പോയില്ലെങ്കിലും പ്രത്യേകിച്ചൊന്നും അവിടെ സംഭവം. അപ്പോൾ അത്രയും എൻ്റെ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ എൻ്റെ ഒരു എന്നാ പറയുന്ന ഒരു ഇമ്പോർട്ടൻസ് അവിടെ കുറവാണ്. അപ്പോൾ ഒരു സിസ്റ്റമാണ്, ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് അവരവരത് ഹാൻഡിൽ ചെയ്യുന്നു. ഓണർഷിപ്പ് അവർക്ക് എങ്ങനെ ബിൽഡ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണല്ലോ കാര്യം. നമ്മൾ ഏൽപ്പിക്കുന്ന ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്, ഓരോ വെർട്ടിക്കലിൻ്റെ ആളുകളും അവർ ഓണർഷിപ്പോടെയാണോ ചെയ്യുന്നത്, ജോലി പോലെയാണോ ചെയ്യുന്നത് എന്നുള്ളതാണല്ലോ പ്രസക്തമായ കാര്യം. അപ്പം ഒരു ഓണർക്ക് പകരം ഒത്തിരി ഓണേഴ്സ് ഉണ്ടെങ്കിൽ അല്ലേ, നമ്മൾ അവരെ ഒന്ന് കൂട്ടി യോജിപ്പിക്കുന്ന ജോലി മാത്രമാണല്ലോ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഒരു വൺ മാൻ ഷോ അല്ല, എല്ലാവർക്കും ഉത്തരവാദിത്തങ്ങൾ കൊടുത്തിട്ടുള്ള ഇതാണ്. ഇപ്പം മാർക്കറ്റിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ 1999 കണ്ടൊരു മാർക്കറ്റ് 2000 മാറി, 2010 കഴിഞ്ഞതോടുകൂടി ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് ആയി, 2020 ശേഷമുള്ള മാർക്കറ്റ് കോവിഡും കൂടി കഴിഞ്ഞ് വന്നപ്പോൾ സാർ അത് അനലൈസ് ചെയ്യുമ്പോൾ മാർക്കറ്റിന് വന്നൊരു മാറ്റം എങ്ങനെയാണ്? കേരള മാർക്കറ്റ് സ്പെസിഫിക് ആയിട്ട്, കേരള മാർക്കറ്റ് സ്പെസിഫിക് പൊതുവിൽ ആളുകളുടെ ബൈയിങ് പാറ്റേൺ ഒരു പ്രീമിയം പ്രൊഡക്റ്റിലേക്ക് ഒരു ഷിഫ്റ്റ് ഞങ്ങളുടെ ഇൻഡസ്ട്രിയിൽ ഞാൻ കാണുന്നുണ്ട്. ഇപ്പം നേരത്തെ ഫീച്ചർ ഫോണായിരുന്നു ആൾ വാങ്ങിയിരുന്നെങ്കിൽ സ്മാർട്ട് ഫോണിലേക്കും അതൊരു ടെക്നോളജി ചേഞ്ച്. പക്ഷേ ഈ സ്മാർട്ട് ഫോണിൽ തന്നെ കോവിഡിന് തൊട്ട് മുമ്പ് ഞങ്ങളുടെ ആവറേജ് സെല്ലിംഗ് പ്രൈസ് എന്ന് ഞങ്ങൾ പറയും, ഞങ്ങളൊരു ടേമാണ് ടോട്ടൽ ടേൺ ഓവർ ഡിവൈഡ് ബൈ അതിൻ്റെ നമ്പേഴ്സ്, വോളിയമാണ്, വാല്യൂ ഡിവൈഡ് ബൈ വോളിയമാണ് ASP എന്ന് പറയുന്നത്. അതൊരു 15,000 രൂപ മുതൽ 12,000 രൂപ വരെ ആയിരുന്നു അത് മാക്സിമം ഒരു ASP സ്മാർട്ട് ഫോണിൻ്റെ. ഇന്നത് ഓക്സിജൻ്റെ 29,000 30,000 രൂപയാണ് ആവറേജ് സെല്ലിംഗ് പ്രൈസ് വരുന്നത്. ലാപ്ടോപ്പിലേക്ക് വന്നാൽ ഒരു 25,000 to 30,000 ആയിരുന്നു കോവിഡിന് തൊട്ട് മുമ്പുള്ള വർഷമൊക്കെ ഒരു ആവറേജ്. ഇന്നത് 60,000 അതായത് ഭയങ്കര ജമ്പാണ്, 3 times ഒക്കെ. അപ്പോൾ അങ്ങനെ ഒരു പ്രീമിയമൈസേഷൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ആളുകൾക്ക് എപ്പോഴും എങ്ങനെയെങ്കിലും ഒരു പ്രൊഡക്റ്റ് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുക എന്നുള്ളതിലുപരി അത്യാവശ്യം നല്ല ഫീച്ചേഴ്സുള്ള അവരുടെ യൂട്ടിലിറ്റിക്ക് ഉതകുന്ന രീതിയിലുള്ള പുതിയ ഫീച്ചേഴ്സ് അടങ്ങിയ ക്വാളിറ്റിയുള്ള നല്ല ബിൽഡ് ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റിലേക്ക് എടുക്കുന്നതിനകത്താണ് ആളുകളിപ്പോൾ താല്പര്യപ്പെടുന്നത്. അപ്പോൾ ആ ഒരു വലിയ ഷിഫ്റ്റ് കൺസ്യൂമർ ബിഹേവിയറിൽ വന്നിട്ടുണ്ട് ബൈങ്ങിനകത്ത്. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ആളുകൾക്ക് പണ്ട് ഇപ്പം ഞാൻ കാണുന്നൊരു പ്രത്യേകത, പണ്ട് എല്ലാ വർഷവും മാറ്റുന്ന വില കുറഞ്ഞത് വാങ്ങുന്നു എന്നിട്ട് എല്ലാ വർഷവും അത് മാറിയിട്ട് എനിക്ക് കുറച്ചുകൂടെ ഡ്യൂറബിലിറ്റി ഉള്ള പ്രൊഡക്റ്റ് വേണം എന്ന് അതിലേക്ക് അത് ഈ 2 വർഷത്തിനിടെ നമ്മൾ കാണുന്ന ഒരു വലിയൊരു വ്യത്യാസമാണ്. എനിക്ക് ഡ്യൂറബിലിറ്റിയാണ് ഇമ്പോർട്ടൻറ്റ്, എനിക്ക് ഏറ്റവും കുറഞ്ഞ സാധനമല്ല വേണ്ടത് എന്ന് ഇങ്ങോട്ട് പറയുകയാണ്. അപ്പോൾ ഈ കുറഞ്ഞ ബ്രാൻഡുകൾ ധാരാളം ഇതിനിടയ്ക്ക് മാർക്കറ്റിൽ വന്നു. വെച്ചാൽ സ്പെക്ക് ഏറ്റവും കുറഞ്ഞ പ്രൈസായിരിക്കും, പക്ഷേ ഡ്യൂറബിലിറ്റി ചിലപ്പോൾ കുറവായിരിക്കും ആ പ്രൊഡക്റ്റിന്. അതിനൊരു കാലത്ത് വലിയൊരു ഡിമാൻഡ് സ്പൈക്ക് വന്നായിരുന്നു. ഇപ്പോൾ അത് മാറിയിട്ട് ആളുകൾ പറയുന്നു എനിക്ക് നീണ്ടു നിലനിൽക്കുന്ന പ്രോഡക്റ്റ്സ് വേണം. അതൊരു ഷിഫ്റ്റ് ഞാൻ കാണുന്നുണ്ട്. സാർ ഇപ്പം സാറിൻ്റെ 3 ഡിജിറ്റിൽ നിന്നും ടേൺ ഓവർ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷെ സാറിനെ നമ്മളൊരു സ്ഥലത്ത് കാണാറൊന്നുമില്ല. ലൈക്ക് സാറിനൊരു ഫ്ലാഷി ആയിട്ടുള്ള ലൈഫില്ല. ഇപ്പോൾ ചില ബിസിനസ്സുകാരുടെയൊക്കെ നമ്മൾ അവരെടുക്കുന്ന കാറുകളുടെ അതിൻ്റെ നമ്പറിൻ്റെ അങ്ങനെ പലതിൻ്റെ വീഡിയോസായി ഫ്ലാഷി ആയിട്ടുള്ളൊരു ലൈഫ് നമ്മൾ കാണാറുണ്ട്. പക്ഷെ സാറിന് അങ്ങനെയൊന്നും കാണാൻ സാധിക്കാറില്ല. അപ്പോൾ ഫെയിം എന്ന് പറയുന്നൊരു സാധനം സാറിനെ മോട്ടിവേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം സാറിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്താണ്? ഞാനും ഈ ബ്രാൻഡിന് വേണ്ടി ജോലി ചെയ്ത ഒരാളായിട്ടാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിതിൻ്റെ ഓണർ എന്നുള്ളൊരു കോൺസെപ്റ്റിലുപരി CEO എന്ന് പറഞ്ഞാൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നാണല്ലോ. ഞാനും ഒരു ജോലി ചെയ്യുന്നൊരു ഓഫീസർ എന്നുള്ള നിലയ്ക്കാണ് നമ്മളെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അവിടെ. അപ്പം ബ്രാൻഡാണ് ഒന്നാമത് നിൽക്കേണ്ടത്, ബാക്കി അതിൻ്റെ താഴെയാണ് നമ്മൾ നിൽക്കേണ്ടതെന്നുള്ളതാണ് എൻ്റെ പക്ഷം ആദ്യം പോലെ തന്നെ. അങ്ങനെ ഒത്തിരി ബ്രാൻഡുകളുണ്ട് കേട്ടോ. ബ്രാൻഡ് ആയിരിക്കും അവരെപ്പോഴും ഫ്രണ്ടിൽ നിൽക്കുക. ഞാനത് ശരിയോ തെറ്റോ എന്നുള്ള ഒരു ഡിബേറ്റല്ല, പക്ഷേ ഞാൻ എൻജോയ് ചെയ്യുന്ന അതാണ്. എൻ്റെ ബ്രാൻഡ് എന്നേക്കാൾ വളരെ മുകളിലാണ് എന്ന് പറയുന്നതിലും അത് കേൾക്കുന്നതിലുമാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഞാനൊരിക്കലും ബ്രാൻഡിൻ്റെ മുകളിലല്ല, ഞാൻ ബ്രാൻഡിൻ്റെ താഴെയുള്ള ബ്രാൻഡിലെ ഒരു പ്രധാന ഉദ്യോഗസ്ഥനാണ്. അതാണ്, ആ രൂപത്തിലാണ് നമ്മൾ ഓഫീസിൽ വരുന്നതും പോകുന്നതും ഒക്കെ. അപ്പോൾ സഹപ്രവർത്തകരോടും അങ്ങനെയാണ്. നമ്മളിതിൻ്റെ ഒരു സ്ഥാപകൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. ഇതൊക്കെ ഇങ്ങനെ ഇവോൾവ് ചെയ്ത് വരുന്നുള്ളൂ. പല ആളുകളുടെ എഫേർട്ടല്ലേ ഇത്, അല്ലാതെ എൻ്റെ എഫേർട്ട് മാത്രമല്ലോ. അപ്പം നമുക്കതിനകത്ത് നമ്മുടെ ഒന്നും അങ്ങനെ ഒരു ഓൺ ചെയ്ത് പറയാൻ പറ്റില്ലല്ലോ. ഒത്തിരി ആളുകളുടെ വിയർപ്പാണ്. അപ്പം അതിനകത്ത് ഞാനൊരു നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളതാണ്. അതിൽ ഞാനിതൊരു അതിശയോക്തിയോ അല്ലെങ്കിൽ ഹമ്പിളാകാനായിട്ട് പറയുന്നതല്ല, എനിക്ക് ആക്ച്വലി അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ബ്രാൻഡിന് ഒന്നാമത്തെ സ്ഥാനം കൊടുക്കുക, ബ്രാൻഡിനെ മുന്നിൽ നിർത്തുക, നമ്മളതിൻ്റെ അവസരങ്ങൾ അങ്ങനെ ബ്രാൻഡിനെ റെപ്രസെൻറ്റ് ചെയ്ത് ഇപ്പം ഞാൻ ഇവിടെ വന്നത് ഞാൻ എൻ്റെ ബ്രാൻഡിനെ റെപ്രസെൻറ്റ് ചെയ്ത് സംസാരിക്കാനാണ്. അല്ലെങ്കിൽ ഒരിക്കലും ഞാനിവിടെ വരേണ്ട ഒരു ആവശ്യമില്ല. ഓക്സിജനെ റെപ്രസെൻറ്റ് ചെയ്ത് ഞാൻ വിളിച്ചപ്പോൾ നമ്മൾ സംസാരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ 2 ലൈഫ് സ്റ്റൈലിനെ കുറിച്ചാണ് എന്നോട് ചോദിച്ചത്. അത് ഓരോരുത്തരും ആപേക്ഷികമാണല്ലോ അല്ലേ. ചിലർക്ക് ചില കാര്യങ്ങൾ
ചിലരെ സാറ്റിസ്ഫൈ ചെയ്യുന്നു, മറ്റു ചിലർക്ക് അങ്ങനെയാണെന്നില്ല. അത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ഓരോരുത്തരുടെയും ഇഷ്ടാനിഷ്ടങ്ങളാണല്ലോ. ചിലരെ സംബന്ധിച്ച് ഫെയിം ആയിരിക്കും, ചിലർക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ളതായിരിക്കും, ചിലർക്ക് അങ്ങനെ ആകണം എന്നില്ല. വേറെ പല കാര്യങ്ങളുമായിരിക്കും അവരെ വല്ലാതെ സന്തോഷിപ്പിക്കുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ടാകാം. അതൊക്കെ ഒരു ആപേക്ഷികതയെ ഞാൻ വിശ്വസിക്കുന്നു. നമ്മളാരെ കുറ്റപ്പെടുത്തുന്നില്ല, പലരും പല രീതിയിൽ അല്ലേ. ഇപ്പോൾ സാറിൻ്റെ ഒരു പ്രിൻസിപ്പിൾ എന്താണ്? ഇപ്പോൾ ബിസിനസ്സിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും ഓരോരുത്തർക്കും ഓരോ എത്തിക്സും മോറൽസുമാണ്. ചിലർക്ക് അവരുടെ എത്തിക്സ് മാത്രമാണ് എത്തിക്സ്, ചിലർക്ക് അവരുടെ ശരികൾ മാത്രമാണ് ശരി. ഇപ്പോൾ സാറിനെ സംബന്ധിച്ച് ലൈഫിലും ബിസിനസ്സിലും സാർ പിന്തുടരുന്ന പ്രിൻസിപ്പിൾ, സാറിനെ ഒരിക്കലും ഞാൻ അതിൽ നിന്ന് വ്യതിചലിക്കുന്നില്ല എന്നുള്ള തീരുമാനങ്ങൾ എന്തിലൊക്കെയാണ്? ഒന്ന്, ബേസിക്കലി ഞാൻ ബിസിനസ്സിൽ കൺസ്യൂമറുമായിട്ടാണ് എൻ്റെ ഒന്നാമത്തെ കമ്മിറ്റ്മെൻറ്റ്. 2, എംപ്ലോയീസുമായിട്ടാണ് അല്ലേ. ഞാൻ ഈ സമൂഹത്തോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു, എന്നോടൊപ്പം നിൽക്കുന്ന ടീമിനോട് ഈ 2 ആളുകളോടാണ് ഞാൻ ഏറ്റവും കൂടുതൽ എത്തിക്സ് അല്ലേ, സമൂഹത്തോടും എൻ്റെ ടീമിനോടും. എൻ്റെ വ്യക്തിജീവിതത്തിലല്ല, ഞാൻ പ്രൊഫഷണൽ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് 2 കാര്യങ്ങളിലും നമ്മൾ വാക്കുകൾ പാലിക്കപ്പെട്ടിരിക്കണം. വാക്കുകൾ പറയുന്നത് പാലിക്കാനായിട്ടാണ്, അത് നടപ്പാകണം. 2, എന്താണോ നമുക്ക് അവർക്ക് വേണ്ടി, ഇപ്പം എംപ്ലോയീസിന് വേണ്ടിയാണെങ്കിലും കൺസ്യൂമർക്ക് വേണ്ടി നമുക്ക് കിട്ടിയിരിക്കുന്ന അവസരം ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു അവസരമാണ് ആയിട്ടാണ് നമ്മളിത് കാണുന്നത്. ഈ 2 പേരെയും സെർവ് ചെയ്യാനുള്ളൊരു അവസരമാണ്. അപ്പം അതിലേറ്റവും ബെസ്റ്റായിട്ട് കൊടുക്കുക, ഏറ്റവും സത്യസന്ധമായിട്ട് കൊടുക്കുക. നാളെ റിഗ്രറ്റ്, നമുക്ക് തന്നെ ഒരു കുറ്റബോധം തോന്നാൻ സാധ്യതയില്ലാത്ത രീതിയിൽ നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഈ 2 എൻഡിൽ ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടുള്ളത്. കൺസ്യൂമർ എല്ലാം പൂർണ്ണമായിട്ടും, കാരണം നമ്മളിത് വ്യക്തികളിലൂടെയാണ് നടപ്പാക്കുന്നത് അല്ലേ. പലപ്പോഴും ചില അതിനകത്ത് ഡൈലൂട്ടഡൊക്കെ ആകാറുണ്ടാകാം. വ്യക്തികളിലൂടെയാണല്ലോ ഞാനും ഈ സിസ്റ്റം ഓടിക്കുന്നത്. പക്ഷേ നമ്മുടെ കോർ ഫിലോസഫിയിൽ ഇതാണ്, നമ്മൾ കൺസ്യൂമറുടെ അടുത്തും നമ്മുടെ ടീമിൻ്റെ അടുത്തും നമ്മൾ ഏറ്റവും ജെന്യുവിനായിട്ട് അവർക്ക് വേണ്ടി നമ്മൾ നിൽക്കുക എന്നുള്ളതാണ്. അതിൽ സ്വാഭാവികമായിട്ടും അങ്ങനെ നിൽക്കുമ്പോൾ തിരിച്ച് ഈ സ്ഥാപനം വളരും അല്ലേ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ എംപ്ലോയീസും നമ്മുടെ കൺസ്യൂമറും നമ്മളുടെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു സ്ഥാപനം വളരാതിരിക്കാൻ ഒരു സാധ്യതയില്ലല്ലോ. നമ്മൾ ഏത് ലോജിക്ക് ഉപയോഗിച്ചാലും അത് വളരുമല്ലോ. പക്ഷെ അതിനുവേണ്ടി നമ്മൾ ചിലപ്പോൾ കുറേ ഗ്രീഡി ആകാതിരിക്കേണ്ടി വന്നേക്കാം. പെട്ടെന്നുള്ള മുമ്പേ നമ്മൾ ആദ്യമേ സഡൻ ഗ്രോത്ത് ചിലപ്പോൾ നമ്മൾ വേണ്ടെന്ന് വെച്ചേക്കാം. അതുപോലെ തന്നെ നമ്മൾക്ക് നല്ല ക്ഷമ ആട്ടിൻ സൂപ്പിനേക്കാൾ ഗുണം ചെയ്യും നമ്മൾ പറയുന്നത് ശരിക്കും ബിസിനസ്സിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ. കാരണം എത്രയോ സമയമെടുത്തായിരിക്കും ചിലപ്പോൾ ഞാൻ തുടക്കത്തിലൊരു 7-8 വർഷത്തോളം എൻ്റെ P&L ലോസായിരുന്നു. അത്ര ഇയേഴ്സ് കണ്ടിന്യൂസ്ലി ഞാൻ ചെറിയ ലോസൊക്കെയാണ്. ആ സമയത്തെ ടേൺ ഓവർ ചെറുതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൽ നിന്ന് എക്സിറ്റ് ആവേണ്ട സമയം അപ്പോൾ തന്നെ എക്സിറ്റ് ആവും. കാരണം എനിക്കാണെങ്കിൽ വേറെ ഓപ്ഷൻസ് ഇല്ല. അപ്പം പക്ഷെ നമ്മൾ ആ ക്ഷമ എന്നുള്ള ഒരു ഫാക്ടർ അത് ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോഴാണ് നമ്മളത് അറിയുന്നത് ക്ഷമയായിരുന്നു എന്നുള്ളതേ. മറ്റേ നമ്മളൊരു ഓട്ടോ ആയിരുന്നല്ലോ. അപ്പം ക്ഷമ ഭയങ്കരമായിട്ട്, കാരണം ഇപ്പോൾ സ്റ്റാർട്ടപ്പുകളൊക്കെ തുടങ്ങുമ്പോഴും പെട്ടെന്ന് റിസൾട്ട് എന്നുള്ളതേ പല ആളുകൾക്ക് അതാണ് ഈ നിരാശ പലപ്പോഴും അല്ലേ നമ്മുടെ ആഗ്രഹത്തിൽ നിന്നാണല്ലോ. അപ്പം നമ്മളത് ക്ഷമയോടെ വെയിറ്റ് ചെയ്യുന്നു, റിസൾട്ട് പിന്നെ പതിയെ കിട്ടുന്നു. എംപ്ലോയീസിൻ്റെ കാര്യത്തിലും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവർ പെർഫോം ചെയ്യണമെന്നില്ല. പലപ്പോഴും നമ്മൾ വലിയ എക്സ്പെക്റ്റേഷൻ സെറ്റ് ചെയ്ത ആളുകളായിരിക്കും ഏറ്റവും അങ്ങനെ അല്ലാതെ പലപ്പോഴും പെരുമാറുന്നത്. പക്ഷേ അവിടെയും ഒരു ക്ഷമിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇതേ ആൾ തന്നെ എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചിലർ പെട്ടെന്ന് ഡിസിഷൻ എടുക്കുമല്ലോ, വേണ്ട അയാളെ ഇപ്പം തന്നെ സാക്ക് ചെയ്തേക്കാം, വിട്ടേക്കാമെന്ന് തീരുമാനിക്കും. പക്ഷെ അങ്ങനെ നമ്മളൊരു പരീക്ഷണം വീണ്ടും നടത്തിയ ആളുകൾ നമ്മുടെ പ്രധാന മുഖ്യധാരയിലൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. അവരാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റുകളിലേക്ക് പിൽക്കാലത്ത് ഡെവലപ്പ് ചെയ്ത്. കാരണം ആർക്കും മിസ്റ്റേക്സ് പറ്റാം, ആരും കുറ്റമറ്റതല്ല. ഇവിടെ ഒന്നും അല്ലേ പെർഫെക്റ്റ് അല്ലല്ലോ. അപ്പം നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവർക്കും അത് സംഭവിക്കാം. ഒരു ക്ഷമ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ളൂ. വേറെ ഇതൊക്കെയാണ് ഒരു പ്രിൻസിപ്പിളായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോൾ സാറിൻ്റെ സ്ഥാപനത്തിലെ ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, ഇത് എൻ്റെ തോന്നലാണോ എന്ന് സാറ് പറയണം. അതായത് സാറിൻ്റെ കൂടെ തുടങ്ങിയ ആളുകൾ ഇപ്പോഴും ഒരുപാട് പേരും സാറിൻ്റെ കൂടെയുണ്ട്. ഏറ്റവും കുറച്ച് റിസൈൻ ചെയ്ത് പോകുന്ന ആളുകൾ സാറിൻ്റെ കമ്പനിയിലാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഈ വർക്ക് പ്രഷർ കുറഞ്ഞത് കൊണ്ടാണോ അതോ സാറിൻ്റെ നമ്മൾ പറയുമല്ലോ ഡീലിങ്സ് കറക്റ്റാണ്? അപ്പോൾ അത് ഏത് ആംഗിളിൽ നിന്നാണ് അങ്ങനെ ഈ കൂടെയുള്ള ആളുകളെ വിശ്വസ്തയോടുകൂടി പിടിച്ചു നിർത്താൻ പറ്റുക, അവരവിടെ തന്നെ ഉണ്ടാവുക, കമ്പനി വിശ്വസിച്ച് അവരുടെ കയ്യിൽ കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നതിന് പിന്നിലുള്ള സാറിൻ്റെ ഏത് ഡിസിഷനാണ് അതങ്ങനെ ആക്കിയത്? പലപ്പോഴും ഈ ഓണർഷിപ്പ് നമ്മുടെ ഒപ്പമുള്ള ആളുകൾക്ക് ഇല്ലെന്നുള്ളതാണ് പൊതുവേ സംരംഭകരുടെ ഒരു പരാതി. ഞാൻ ഏൽപ്പിച്ചു, പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ അയാൾ തിങ്ക് ചെയ്യുന്നില്ല. അപ്പോൾ എങ്ങനെ ഓണർഷിപ്പ് എങ്ങനെ കിട്ടുന്നു എന്നുള്ളതാണല്ലോ ഇവിടെ പ്രശ്നം അല്ലേ. ഓണർഷിപ്പ് നമ്മൾ കൈമാറേണ്ടതാണ്. ഓണർഷിപ്പ് തനിയെ വരില്ലല്ലോ, അത് ഓർഗാനിക്കായിട്ട് വരില്ല. അതിനെ കുറച്ച് നമ്മളും ചെയ്യേണ്ടതായിട്ടുണ്ട് ഏൽപ്പിക്കുന്ന ആളുകൾ. അപ്പോൾ അവിടെ അവർക്ക് കൊടുക്കുന്നൊരു പവറാണ്. അവർക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു പവർ നമ്മൾ കൊടുത്തിരിക്കണം. അത് തെറ്റാം, അവർ തീരുമാനങ്ങളെടുത്ത് ചിലപ്പം പൊളിഞ്ഞ് പാളിസായി പോവാം. പക്ഷേ
ആ ഡിസിഷൻ മേക്കിംഗ് പവർ ഒരു സ്ഥലത്ത് കൊടുക്കുകയും അതിൻ്റെ ഇപ്പുറത്തെ സ്ഥലത്ത് റെസ്പോൺസിബിലിറ്റി കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആണ് മാത്രമേ ഓണർഷിപ്പ് ബിൽഡ് ചെയ്യുള്ളൂ എന്നാണ് ഞാൻ കാണുന്നത്. കാരണം റെസ്പോൺസിബിലിറ്റി ധാരാളം കൊടുക്കുന്നു, ഡിസിഷൻ മേക്കിംഗ് പവർ കൊടുക്കുന്നില്ലെങ്കിൽ അവർ ജോലി ചെയ്യുന്ന പോലെ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അവരെന്നും ഒരു ഫിയർ ഫാക്ടറിലായിരിക്കും ജോലി. അവർക്കൊരു ഓണർഷിപ്പ് അതിനകത്ത് റോൾ ഉണ്ടാകത്തില്ല അവർക്കല്ലേ. ആ ഡിസിഷൻ മേക്കിങ്ങിൽ അവരില്ലല്ലോ. ആരോ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന ആളുകൾ മാത്രം. ഞങ്ങളൊക്കെ ആദ്യം മുതൽ തന്നെ ട്രൈ ചെയ്യുന്നത് അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പവർ കൊടുക്കുന്നു. അവർ ചെയ്യട്ടെ, തെറ്റുകൾ ഒത്തിരി പറ്റാം, പക്ഷേ ചെയ്യട്ടെ. അങ്ങനെ ചെയ്ത് അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവർ വലിയൊരു ഓണർഷിപ്പ് കാണിക്കുന്നതായിട്ട് ഞാനത് ഭയങ്കരമായിട്ട് എന്താ പറയുന്നത് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. കാരണം എനിക്ക് അതുകൊണ്ടാണ് പണിയില്ലാത്തത്. ഈ ഓണർഷിപ്പ് ഡിവൈഡഡ് ആണല്ലോ, ഞങ്ങൾ ടോട്ടൽ ഓണർഷിപ്പിനെ ഡിവൈഡ് ചെയ്ത് പോകുമ്പം നമുക്ക് ടെൻഷനില്ല കാര്യമായിട്ടേ. അപ്പോൾ ഈ ടെൻഷനൊക്കെ പല ആളുകളും എടുക്കുകയാണ്, ഓരോ സെക്ടറിലുള്ള ആളുകൾ. അപ്പോൾ അവർക്ക് സ്വാതന്ത്ര്യം, പവർ, റെസ്പോൺസിബിലിറ്റി, ഫ്രീഡവും കൊടുക്കണമല്ലോ നമ്മൾ. ഇത് മൂന്നും കൊടുക്കുകയും ഒരു മനുഷ്യരായിട്ട് അവരെ നമ്മൾ ഈക്വലായിട്ട് കരുതുകയും ചെയ്തു കഴിഞ്ഞാൽ ഏതൊരു എംപ്ലോയിലും ഓണർഷിപ്പ് ബിൽഡ് ചെയ്യപ്പെടാമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇതിനും സംഭവിക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ന്യൂനപക്ഷമാണിത്. നമ്മൾ മെജോറിറ്റി ആണല്ലോ എപ്പോഴും എടുക്കുന്നത്. ഒറ്റപ്പെട്ട സംഭവങ്ങളെ നമ്മൾ എപ്പോഴും എടുത്ത് ജനറലൈസ് ചെയ്യുന്ന അത് പാടില്ലല്ലോ. ന്യൂനപക്ഷ കേസിൽ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ ഫ്രീഡം കൊടുത്ത്, പവർ കൊടുത്ത്, റെസ്പോൺസിബിലിറ്റി കൊടുത്ത ആളുകൾ പവറൊക്കെ ഉപയോഗിച്ചു, പക്ഷേ റെസ്പോൺസിബിലിറ്റി അവർ ചെയ്തില്ല. അങ്ങനെ സാഹചര്യങ്ങളുണ്ട്. അത് പക്ഷേ ചുരുക്കമാണ്. ഭൂരിപക്ഷ സമയങ്ങളിലും തിരിച്ചത് മറ്റും. അപ്പോൾ ഞാനിപ്പോഴും ആ പ്രാക്ടീസ് തുടർന്നുകൊണ്ടിരിക്കുക. എന്ത് ചെയ്യണമെങ്കിലും അവരെ തന്നെ ഏൽപ്പിക്കും. നമ്മൾ അതിൽ പോയി ഇൻ്റർഫിയർ ചെയ്യാതിരിക്കുക, അനാവശ്യമായി കൈ കടത്താതിരിക്കുക, അനാവശ്യ അഭിപ്രായങ്ങൾ പറയാതിരിക്കുക. ഇങ്ങോട്ട് ചോദിച്ചാൽ നമ്മളൊരു അഭിപ്രായം അവരോട് പറയുക. പക്ഷേ അഭിപ്രായം ചിലപ്പോൾ പറയേണ്ട സാഹചര്യം അതുപോലെ ഉണ്ടെങ്കിൽ നമ്മൾ പറയേണ്ട രീതിയിൽ പറയാമെന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഓണർഷിപ്പ് ബിൽഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവരൊരു സ്വന്തം സ്ഥാപനം പോലെ, സ്വന്തം ഒരു കാര്യം പോലെ അവർ ചെയ്യുന്നു. വർക്ക് പ്രഷറിനെ കുറിച്ച് ഇപ്പോൾ ചോദിച്ചു, അതിന് മറുപടിയായിട്ട് ഞാനിത് പറയാം. പ്രഷറാണെന്ന് ഫീൽ ചെയ്യാതെ അവർ പ്രഷർ എടുക്കുന്നുണ്ട്. അവർക്കത് പ്രഷറാണെന്ന് തോന്നുന്നില്ല. പക്ഷേ വേറെ അറ്റ്മോസ്ഫിയറിലാണ് അത് ഹൈ പ്രഷറായിട്ട് അവർക്ക് തോന്നാം. ഈ ഫ്രീഡവും പവറും ഇല്ലാതെ സെയിം കാര്യം ചെയ്യുമ്പം വർക്ക് പ്രഷറായിട്ട് തോന്നുന്നു. പക്ഷേ അത് രണ്ടും ഉള്ളപ്പം പ്രഷറല്ല, റെസ്പോൺസിബിലിറ്റി ആയിട്ട് കരുതി വളരെ എൻജോയ് ചെയ്ത് ചെയ്യുന്നു. അപ്പം അത് ഞാനതൊരു ഭാഗ്യമായിട്ടാണ് ഏറ്റവും ബിസിനസ്സിൽ വന്നിട്ട് ഞാൻ കുറച്ചും കൂടെ വാസ്തവത്തിൽ മനുഷ്യബന്ധങ്ങളിൽ കുറച്ചുകൂടെ ശക്തമായ വിശ്വാസം എനിക്ക് കൂടുക ചെയ്തത്. ഞാൻ അതിന് മുമ്പൊക്കെ സാധാരണ മലയാളികൾ എപ്പോഴും അങ്ങോട്ട് മനുഷ്യർ തമ്മിൽ വിശ്വാസം കുറവാണല്ലോ. അയ്യോ അത് ഇവരെന്നെ എങ്ങനെ നോക്കി ഒരു പ്രജുഡ്യൂസ് മൈൻഡ് പറ്റിക്കും. മലയാളികൾ എപ്പോഴും അങ്ങനെയാണ്. പക്ഷെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ വല്ലാതൊരു മനുഷ്യവിശ്വാസിയായിട്ട് മാറി. കാരണം നമ്മളെ ആളുകളിങ്ങനെ ഇത് എക്സ്പീരിയൻസ് എനിക്കെപ്പോഴും നല്ലതാണ് കിട്ടുന്നത്, നമ്മുടെ ടീമിൻ്റെ ഇടയിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ കിട്ടി നമുക്ക് ഭയങ്കര ഇപ്പം സമൂഹത്തിലുള്ള മറ്റൊരാളെയും എനിക്ക് അങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. മനുഷ്യർ പൊതുവിൽ നല്ലതാണെന്നുള്ളൊരു തിരിച്ചറിവ് എനിക്ക് സ്ഥാപനത്തിൽ നിന്ന് ആദ്യം കിട്ടിയത്. പിന്നെ നമ്മുടെ ഇടപഴകിയ മറ്റാളുകളും അത് തരുന്നുണ്ട്. അപ്പം വളരെ അപ്പോൾ തിരിച്ച് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡാണ് നമ്മുടെ വികാരം. ആ ഗ്രാറ്റിറ്റ്യൂഡ് വരുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനായിട്ടുള്ള നമുക്കൊരു ത്വരയുണ്ടാവും അല്ലേ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലാണല്ലോ ഈ ഓഫീസിനകത്തുള്ള റിലേഷൻഷിപ്പ്, അങ്ങനെയാണല്ലോ. പിന്നെ ഈ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അത് ഏറ്റവും നന്നായി ചെയ്യുമ്പോൾ ബാക്കിയെല്ലാം അതിൻ്റെ പിന്നാലെ വന്നോളൂ എന്നുള്ളതാണ്. അപ്പം നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ അതിൻ്റെ ബൈ പ്രോഡക്റ്റായിട്ട് വരുന്നതാണ് പണം. 100 1000 ഫിലോസഫി പണത്തെക്കുറിച്ച് ആളുകൾ പറയുമെങ്കിലും പണമില്ലാതെ ഈ ലോകത്തിലൊന്നുമില്ല എന്ന് പറയാറുണ്ട്. സാർ എങ്ങനെയാണ് പണത്തെ കാണുന്നത്? ഫിലോസഫിക്കലി അല്ല, പക്ഷെ ഞാൻ ആക്ച്വലി പണം നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണം ഉറപ്പായിട്ട്. ഇപ്പം എൻ്റെ നീഡ്സ് ഉണ്ട്, എനിക്ക് എൻ്റേതായ ഒരു സെറ്റ് ഓഫ് നീഡ്സ് ഉണ്ട്. എൻ്റെ ചില താല്പര്യങ്ങളും എൻ്റെ ചില ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഉണ്ട് എനിക്ക് അല്ലേ. അതിനുവേണ്ടിയുള്ള പണം വേണം. എൻ്റെ ആഗ്രഹങ്ങൾ എൻ്റേത് മാത്രമാണ്, അത് മറ്റൊരാളുടേത് പോലെ ആകണം എന്നില്ല. അപ്പോൾ പലപ്പോഴും മറ്റൊരാളുടെ ആഗ്രഹത്തെ സ്വന്തം ആഗ്രഹം പോലെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ പ്രശ്നമുണ്ട്. നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ അതിനുള്ള പണം നമ്മൾ സമ്പാദിക്കുന്നതിൽ എന്താണ്, അതിനുവേണ്ടിയാണല്ലോ മനുഷ്യൻ എഫേർട്ട് ഇടുന്നത് അല്ലേ. അത് ഉറപ്പായിട്ട് വേണം. അങ്ങനൊരു നമ്മൾ ഭൗതികത എന്ന് പറയുന്നത് ഒരു ഫാക്റ്റാണ്, അതുണ്ടല്ലോ. നമുക്ക് ഭൗതികമായ സാഹചര്യങ്ങൾ വേണം. നമുക്ക് അതിന് വേണ്ടിയിട്ടാണ് പലപ്പോഴും മനുഷ്യൻ ജോലി ചെയ്യാൻ പോകുന്നതും നമ്മൾ ബിസിനസ് ചെയ്യുന്നതൊക്കെ അതിന് വേണ്ടി. പക്ഷേ അതിനൊരു അളവ് പോലും നമുക്ക് ഓരോരുത്തർക്കും ഡിഫറൻ്റാണ്. എൻ്റെ അളവ് പോലും ഡിഫറൻ്റാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ആവശ്യങ്ങൾക്കുള്ള പൈസയ്ക്ക് അപ്പുറത്തേക്കുള്ളൊരു പൈസയോട് എനിക്ക് ഞാനതിന് ആ പൈസ ഞാൻ സേവ് ചെയ്ത് വെക്കുന്നതിനോട് ഞാൻ അത്ര സന്തോഷം കണ്ടെത്തുന്നില്ല. അത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല. എൻ്റെ ഒരു ഹാപ്പിനെസ്സിനകത്ത് എൻ്റെ SBI അക്കൗണ്ടിനകത്ത് എത്ര രൂപ ബാലൻസ് ഉണ്ടെന്നുള്ള എൻ്റെ ഹാപ്പിനെസ്സിൻ്റെ ഒരു സൂചികയല്ല, ഒരു മാനദണ്ഡമല്ല. എൻ്റെ SBI അക്കൗണ്ടിൽ ഇത്ര കോടി എൻ്റെ SBI അക്കൗണ്ടിൽ ഞാൻ മാറ്റി ഇട്ടിട്ടുണ്ടെന്നുള്ളത് പലപ്പോഴും അങ്ങനെയാണല്ലോ ആളുകൾക്ക്. അല്ലെങ്കിൽ എൻ്റെ പേരിൽ ഇത്ര ആസ്തികൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് എൻ്റെ സന്തോഷ സൂചികയിലൊന്നല്ല എന്ന് മാത്രം ഞാൻ പറഞ്ഞു. പക്ഷേ അത് നമുക്ക് വേണം.
നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരാൾ മറ്റൊരാളുടെ മുമ്പിൽ ഇല്ലേ നമ്മൾ കൈ നീട്ടാൻ പാടില്ല. നമ്മൾ സെൽഫ് സഫിഷ്യൻ്റ് ആയിരിക്കണം. നമ്മൾക്ക് പണം ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി കഴിയുമ്പോൾ തരുന്നൊരു ഹാപ്പിനെസ്സാണ്. ഞാൻ പണം എന്നുള്ള കറൻസി നമ്മൾ ഹാപ്പിനെസ് തരുന്നില്ലെങ്കിലും നമ്മുടെ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് കിട്ടുന്നുണ്ടല്ലോ. അതിൽ നമ്മൾ പണത്തെ ഉപയോഗിക്കുന്നു. ആ രൂപത്തിൽ പണത്തെ നമ്മൾ കാണുന്നു എന്നുള്ളതാണ്.